BJP ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി എറണാകുളത്ത് വന്നു. മാക്സിമം നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഓളം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ BJP ഈ വർഷം, അതായത് ഈ 2026 തിരഞ്ഞെടുപ്പിൽ അവർക്ക് ചില പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു 5 സീറ്റെങ്കിലും അവർ ജയിക്കുമെന്നാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ സംസാരിക്കുന്നത് നേമവും പാലക്കാടും മഞ്ചേശ്വരവുമാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും പാലക്കാട് ശോഭാ സുരേന്ദ്രനും മഞ്ചേശ്വരത്ത് സുരേന്ദ്രനുമാണ് മത്സരിക്കുന്നത് പറയുന്നു. എ ക്ലാസ് മണ്ഡലങ്ങൾ എങ്ങനെയാണ് താങ്കളുടെ? എ ക്ലാസ് മണ്ഡലങ്ങൾ മറ്റു പലതും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ 3 പേരുകാരുടെ പേര് പറയാൻ കാരണം, ചർച്ചയ്ക്കെടുക്കാം എന്ന് വിചാരിക്കുന്നതിന്റെ കാരണം, നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്ന പ്രത്യേകത അവിടെ നമ്മൾ പരിഗണിക്കുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ BJPയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫൈറ്ററായ ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തേക്ക് ഇറങ്ങും. അത് പാലക്കാട് രാഷ്ട്രീയപരമായി ഒരുപാട് മാനങ്ങളുള്ള തെരഞ്ഞെടുപ്പാണ്. മഞ്ചേശ്വരം കപ്പിനും ചുണ്ടിനും ഇടയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റാണ് സുരേന്ദ്രൻ നഷ്ടപ്പെട്ടു. സുരേന്ദ്രൻ മുൻ BJP അധ്യക്ഷനാണ്. സ്വാഭാവികമായും വലിയ പ്രത്യേകിച്ചൊന്നും കേൾക്കാനില്ല പുറമെ, പക്ഷെ വലിയ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇനി പോരാൻ എളുപ്പമുള്ള, BJPക്കൊപ്പം പോരാൻ എളുപ്പമുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. പിന്നീട് അനൂപ് ആന്റണി മത്സരിക്കുന്ന തിരുവല്ല അടക്കമുള്ള പല മണ്ഡലങ്ങളിലും വലിയ പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നുണ്ട്. അവിടെ സാധ്യതകളുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇവിടെ ഒക്കെ സംഭവിക്കാൻ പോകുന്നത് UDF ക്യാമ്പിന്റെ പിടിപ്പുകേടുകളാകാം BJP ഇവിടെ ഈ മണ്ഡലങ്ങളിൽ നിയമത്ത് വീണ്ടും റീഓപ്പൺ ചെയ്താലും മറ്റുള്ളിടത്ത് ഓപ്പൺ ചെയ്താലും സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് വലിയ സാധ്യതയുള്ള പാലക്കാട് പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ രമേശ് പിഷാരടിയെ പോലെയുള്ള ഒരു കലാകാരൻ, രമേശ് പിഷാരടി മോശക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല, UDF കോൺഗ്രസ് സഹയാത്രികനാണ്, പാർട്ടിയോട് സ്നേഹവും കൂറുമുള്ള ആൾ തന്നെയാണ്. 25,000 ശിഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങിയ മണ്ഡലമാണ്. അതിനുശേഷം നടന്ന രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ കേരളം കണ്ടതാണ്. പാലക്കാട് ഒരു ഫൈറ്റിന് ഇറങ്ങുമ്പോൾ അത്തരത്തിൽ ഒരാളെ അവിടെ മത്സരിപ്പിക്കേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യം ആളുകൾക്കിടയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ C കൃഷ്ണകുമാർ ഒന്നും അല്ലല്ലോ സ്ഥാനാർത്ഥി. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാളാണ് BJPയുടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ വേണമെങ്കിൽ പാലക്കാട് പറയാം. അപ്പോൾ പാലക്കാട് BJP കൊതിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അത് BJPക്ക് വെറുതെ അങ്ങ് കൊതിക്കുന്നതൊന്നുമല്ല. അവിടെ അടിസ്ഥാനപരമായി BJPക്ക് അവിടെ വോട്ടുണ്ട്, അവിടെ സംഘടനാ സംവിധാനമുണ്ട്, സംഘടനയെ ചലിപ്പിക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട്. അങ്ങനെ ഒരു പാലക്കാട് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് പറ്റിയ മുഖമാണോ രമേശ് പിഷാരടിക്ക് സീറ്റ് കൊടുക്കണമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല കേട്ടോ. കാരണം കോൺഗ്രസിന്റെ UDFന്റെ വേദികളിലൊക്കെ ആളെ കൂട്ടാനും ഒരു കലാകാരനായി നിൽക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിനെതിരെ തുറന്നു പറയാനും അദ്ദേഹം കാണിക്കുന്ന ഒരു അസാമാന്യമായ ധൈര്യം ഉള്ള മനുഷ്യനാണ് രമേശ് പിഷാരടി. രമേശ് പിഷാരടിക്ക് തൃപ്പൂണിത്തുറയൊക്കെ സേഫ് ആയിരുന്നു, അദ്ദേഹത്തെ എന്തിന് പാലക്കാടേക്ക് കൊണ്ടുപോയി എന്ന ചോദ്യമൊക്കെ ബാക്കിയാകുന്നുണ്ട്. അങ്ങനെ പാലക്കാട് ഏകദേശം ഉറപ്പിച്ച മട്ടാണ് രമേശ് പിഷാരടിയുടെ പേര്. അങ്ങനെയെങ്കിൽ പല പേരുകൾ ഉയർന്നു കേട്ടു. ഷാഫി പറമ്പിൽ രംഗത്തേക്ക് നിന്ന് ഷാഫി തന്നെ കഴിഞ്ഞ ദിവസം NDTVയുടെ അഭിമുഖത്തിൽ പറഞ്ഞു. K മുരളീധരൻ വട്ടിയൂർക്കാവ് ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം ആരംഭിച്ചിരിക്കുന്നു. വട്ടിയൂർക്കാവിന്റെ സ്വന്തം മുരളിയേട്ടൻ കളം നിറഞ്ഞാടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പാലക്കാട് എന്തായാലും രമേശ് പിഷാരടി എന്ന ഒറ്റപ്പേരിലേക്ക് പാലക്കാട് മാറുമ്പോൾ അത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയിലെ ക്രൗഡ് പുള്ളർക്ക്, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റർക്ക് നിയമസഭയിലേക്ക് നടന്നു പോകാനുള്ള ഒരു ഓപ്പണിംഗ് പാലക്കാട് കാണുന്നുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രന് തന്നെയാണ് അങ്ങനെ അവിടെ മുൻതൂക്കം ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു. നിയമത്തേക്ക് വന്നാലും അവസ്ഥ ഇത് തന്നെയാണ്. കേരള മന്ത്രിസഭയിലെ 2ാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിയായി ചാനലുകാർ തിരഞ്ഞെടുത്തേക്കുന്നത് V ശിവൻകുട്ടിയാണ്, അല്ലെ? പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും മികച്ച മന്ത്രി V ശിവൻകുട്ടിയാണ്. V ശിവൻകുട്ടിയുടെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ചില സംസാരങ്ങളും ചില പ്രകടനങ്ങളും ഒക്കെ എതിർക്കപ്പെടേണ്ടതാണെങ്കിലും കൊള്ളാവുന്ന പോലെ ഉദ്യോഗസ്ഥർ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്ന് തെളിയിച്ചു തന്ന 5 വർഷങ്ങളാണ് കടന്നുപോയത്. കാരണം ഉദ്യോഗസ്ഥർക്ക് നല്ല സ്പേസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും നല്ല കുറച്ച് പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് പേരെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിൽ സാധിക്കില്ലായിരുന്നു. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയെന്ന് ഇടതുപക്ഷ ചായവുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്ന V ശിവൻകുട്ടി നിയമത്ത് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ BJPക്ക് നിയമസഭയിലേക്കൊരു വാതിൽ തുറന്നിട്ട് കൊടുത്ത നിയമമാണ്. അവിടെ കഴിഞ്ഞ തവണ ഈ പറയപ്പെടുന്ന തരത്തിൽ അങ്ങനെ BJPയെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ വന്നിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത്തവണ അങ്ങനെയൊന്നുമില്ല. നിയമം ആരുടെ തലയിൽ കെട്ടിവെക്കുമെന്ന് ശബരിനാഥനേക്കാൾ നല്ലത് വൈഷ്ണവ് സുരേഷ് ആയിരുന്നു എന്നുള്ളതാണ്. ശബരിനാഥൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. വൈഷ്ണവ് സുരേഷ് വരുമ്പോൾ അതിനൊരു മാനം കൊടുക്കാൻ പറ്റും. ഒരു യുവത്വത്തിന്റെ മാനമല്ല ചേട്ടാ, അതൊരു
വേറൊരു ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാര്യം കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ ഉപമന്ത്രിക്കെതിരെയും BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെതിരെയും കോൺഗ്രസ് ഒരു ഫൈറ്റർ ലേഡി ഇറക്കുന്നു. അതിന് കുറച്ചുകൂടി സ്ത്രീപക്ഷ മനസ്സുകളിലേക്കൊക്കെ കടന്നു കയറാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കെ മുരളീധരനെ പോലൊക്കെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ വേണമായിരുന്നു. കോൺഗ്രസ് അങ്ങനെ ആരുടെയും പേര് പരിഗണിക്കുന്നില്ല എന്നാണ് കേൾവി. രാഹുൽ ഈശ്വറിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത അന്തരീക്ഷത്തിൽ പരക്കുന്നു. രാഹുൽ ഈശ്വർ ആ വാർത്തയൊട്ട് നിഷേധിച്ചിട്ടുമില്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് എന്താണ് അവിടെ വിട്ടുകളഞ്ഞോ? അക്കൗണ്ടിൽ നിന്ന് അത് വിട്ടുകളഞ്ഞോ? പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ള നിയമം ഒരു പഴയ കോൺഗ്രസ് മണ്ഡലമാണ്. സമ്മതിച്ചു. കോൺഗ്രസ് അത് അക്കൗണ്ടിൽ വേണ്ട എന്ന് കൂട്ടിക്കഴിഞ്ഞോ എന്ന ചോദ്യമാകുന്നു. കെ മുരളീധരനോട് നിയമത്തെ പറ്റി ചോദിച്ചപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ മറുപടി, എല്ലായിടത്തും നെയ്മീൻ വിളമ്പാൻ പറ്റില്ലല്ലോ, ചിലയിടത്തൊക്കെ ചൂരയും വിളമ്പണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം കോൺഗ്രസ് അത് അക്കൗണ്ടിൽ നിന്ന് വെട്ടിയെങ്കിൽ ശിവൻകുട്ടി വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ മത്സരം നിയമത്തിൽ നടന്നാൽ അവസാനം അത് രാജീവ് ചന്ദ്രശേഖറിന്റെ അക്കൗണ്ടിൽ പേരെഴുതി ചേർക്കേണ്ടി വരുന്നൊരു സാഹചര്യം നിയമത്തുണ്ട്. അപ്പോൾ നിയമം അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കും. കാരണം തിരുവനന്തപുരത്തിന്റെ ഹൈന്ദവ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ട് BJP-ക്ക് ഒരു സീറ്റ് കൂടി വെച്ച് കൊടുക്കാൻ. എനിക്ക് വളരെ അടുപ്പമുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവിടുത്തെ ഹൈന്ദവ മനസ്സുകളിൽ അവിടെ BJP-യെ പറഞ്ഞാലും RSS-നെ പറഞ്ഞാലും ഹിന്ദുവിനെ പറഞ്ഞു എന്നൊരു മാനമാണ് അവിടെ ഉണ്ടാവുക. രാജീവ് ചന്ദ്രശേഖരന്റെ വലിയ അടിയൊഴുക്കുണ്ടാവും. രാജീവ് ചന്ദ്രശേഖരന്റെ പൊളിറ്റിക്കൽ ടീമും ഒക്കെ വലിയ രീതിയിൽ അത് വർക്ക് ചെയ്യും. ശശി തരൂരിനെ ഒന്ന് പിടിച്ചു കുലുക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ. സാധ്യത രാജീവ് ചന്ദ്രശേഖരന് പറയാം. പിന്നെ മഞ്ചേശ്വരം ഞാൻ പറഞ്ഞു. മഞ്ചേശ്വരത്തിന് കെ സുരേന്ദ്രന് ഒരു വല്ലാത്ത അടുപ്പമുള്ള മണ്ഡലമാണ്. ആ അടുപ്പം അങ്ങ് വരിഞ്ഞു മുറുകലാകുമോ എന്ന് മാത്രമാണ് നോക്കേണ്ടിയിരിക്കുന്നത്. നിസ്സാര വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത്. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ തിരുവല്ല, ഹനുമാൻ ആന്റണിയുടെ തിരുവല്ല പോലെ സാധ്യതകളുള്ള മണ്ഡലങ്ങൾ, ഇപ്പൊ കായംകുളം സാധ്യതയുള്ള മണ്ഡലമായിരുന്നു, അത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ അവിടെ മത്സരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ പല മണ്ഡലങ്ങളിലും വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ ഒരു സ്ഥാനാർത്ഥിയായി അവിടെയും എന്തില്ല, തീരുമാനമായിട്ടില്ല. MD രമേശിന് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല മണ്ഡലങ്ങൾ നമുക്ക് പറയാം. പക്ഷേ ഈ 3 മണ്ഡലങ്ങൾ BJP-ക്ക് ഏറ്റവും സാധ്യതയുള്ള 3 മണ്ഡലങ്ങളായി 4 മണ്ഡലങ്ങൾ BJP-ക്ക് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളായി പറയാം. അനൂപ് ആന്റണിയുടെ തിരുവല്ല, കെ സുരേന്ദ്രന്റെ മഞ്ചേശ്വരം, ശോഭാ സുരേന്ദ്രന്റെ പാലക്കാട്, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ മത്സരത്തിനിറങ്ങാൻ പോകുന്ന നേമം. UDF കോൺഗ്രസ് അവരുടെ അവർക്ക് എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ കോൺഗ്രസിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്, അത് BJP എതിർക്കുക. ഇത്തവണ ഒന്നുമില്ല. എങ്ങനെയും ഭരണം പിടിക്കുക. നമ്മൾ എന്തിനാണ് ലവന്മാരുടെ പിന്നാലെ പോയിട്ട് അവർക്കൊരു ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ അവരെ എതിർക്കാൻ പോയാൽ ഒരു വലിയ സമൂഹത്തിന്റെ വോട്ട് താങ്കൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ കാര്യം സേഫ് ആക്കാനാണ് ഓടുന്നത്, ആരെയും ഉപദ്രവിക്കാനല്ല. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം ചില അത്ഭുതങ്ങൾ, ഞാൻ തുടക്കത്തിലൊക്കെ അവരുടെ കാര്യ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ കോൺഗ്രസിന്റെ ഈ നിലപാടിലുണ്ടായിരിക്കുന്ന നിയമത്തെ നല്ല സാധ്യത തുടക്കത്തിലെ തന്നെ കേട്ടതാണ്. ഞാനത് എതിർത്തുകൊണ്ടിരുന്ന ഞാൻ വിചാരിച്ചത് അവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, അവിടെ കെ മുരളീധരനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വരും. പക്ഷേ കോൺഗ്രസ് വിട്ടുകളയുകയാണ് അവിടെ. അത് മാത്രമല്ല രോഹിത്, അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ നമ്മൾ പറയുന്ന പോലെ നായർ വോട്ട് വളരെ വലിയ ഘടകമാണ്. ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി UDF ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് അതില്ല. നിയമമൊന്നും വിട്ടുകളയുക, അങ്ങനെയുള്ള ഫൈറ്റിന് ഇല്ലെങ്കിൽ നമുക്ക് ഒരു 90 സീറ്റ്, ആ ലക്ഷ്യം മാത്രമാണ് ഇപ്പൊ UDF മുന്നോട്ട് വെക്കുന്നത്. അപ്പോ BJP വീണ്ടും സജീവമായി തന്നെ നിയമസഭയിൽ ഉണ്ടാകും എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്.